സിലിക്കൺ വാലിയിലെ ഹോട്ട് നെയിമാണ് 36-കാരിയായ മീറ മൊറാത്തി. മെറ്റ സ്ഥാപകൻ മാർക്ക് സക്കർബർഗിന്റെ $100 കോടി, അതായത് 8300 കോടി രൂപ വമ്പൻ വാഗ്ദാനം നിഷ്പ്രയാസം വേണ്ടെന്ന് വെച്ചാണ് ഇപ്പോൾ മീറ മൊറാത്തി ശ്രദ്ധ നേടുന്നത്. തിങ്കിങ് മെഷീൻസ് ലാബ് എന്ന AI സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ സ്ഥാപകയാണ് ഇവർ. മുമ്പ് ഓപ്പൺഎഐയുടെ ചീഫ് ടെക്നിക്കൽ ഓഫീസറായിരുന്ന ഇവർ 2025 ഫെബ്രുവരിയിലാണ് ഈ സ്റ്റാർട്ടപ്പ് കമ്പനി ആരംഭിക്കുന്നത്. മെറ്റയിൽ നിന്ന് വന്ന വമ്പൻ ഓഫർ നിരസിച്ചത് മിറ ഒറ്റയ്ക്കല്ല, കമ്പനിയുടെ മുഴുവൻ ടീമംഗങ്ങളും മിറയ്ക്കൊപ്പം നിന്നു. ഇതോടെ സ്റ്റാർട്ടപ്പ് കമ്പനിയിലും മിറയിലുള്ള ടീമംഗങ്ങളുടെ ദീർഘകാല വിശ്വാസം കൂടിയാണ് ഇവിടെ ചർച്ചയാവുന്നത്. $2 ലക്ഷം മുതൽ $1 ബില്യൺ വരെയുള്ള നഷ്ടപരിഹാര പാക്കേജുമായാണ് മെറ്റ മീറയുടെ സ്റ്റാർട്ടപ്പിനെ സമീപിച്ചത്. പുതുതായി ആരംഭിച്ച സൂപ്പർ ഇൻ്റലിജൻസ് ലാബിലേക്ക് പ്രതിഭകളെ ആകർഷിക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ ഇവരുടെ ടീം വഴങ്ങിയില്ല. ഹ്രസ്വകാല നേട്ടത്തേക്കാൾ മീറയുടെ ദർശനത്തിലും കമ്പനിയുടെ ദീർഘകാല വളർച്ചയിലും അവർ വിശ്വസിച്ചത് കൊണ്ടാണിതെന്ന് റിപ്പോർട്ടുകളുണ്ട്. 1988 അൽബേനിയയിൽ ജനിച്ച മീറ 16-ാം വയസ്സിൽ കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിലുള്ള പിയേഴ്സൺ കോളേജ് UWCയിൽ സ്കോളർഷിപ്പ് നേടി. ആഗോള പൗരത്വവും വിമർശനാത്മക ചിന്തയും പ്രോത്സാഹിപ്പിക്കുന്നതിന് പേരുകേട്ട ഒരു സ്കൂളാണിത്. ആ അനുഭവമാണ് മിറയുടെ ഭാവി അടിത്തറപ്പാകിയത്. ഇന്റർനാഷണൽ ബക്കലേറിയേറ്റ് പ്രോഗ്രാം പൂർത്തിയാക്കിയ ശേഷം 2 ബിരുദങ്ങൾ കരസ്ഥമാക്കി. 2011 കോൾബി കോളേജിൽ നിന്ന് ബാച്ചിലർ ഓഫ് ആർട്സും 2012 ഡാർട്ട്മൗത്തിലെ തായർ സ്കൂളിൽ നിന്ന് ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗും പാസ്സായി. സോഡിയാക് എയറോസ്പേസിലാണ് മീറ തൻ്റെ കരിയർ ആരംഭിച്ചത്. പിന്നീട് ടെസ്ലയിലേക്ക് മാറി. അവിടെ മോഡൽ എക്സിൽ സീനിയർ പ്രൊഡക്റ്റ് മാനേജറായി ജോലി ചെയ്തു. അവിടെ നിന്നാണ് ലീപ് മോഷനിൽ, ഇപ്പോൾ അൾട്രാ ലീപ് എന്ന് അറിയപ്പെടുന്ന കമ്പനിയിൽ ചേരുന്നത്. അവിടെ ജസ്റ്റർ അധിഷ്ഠിത കമ്പ്യൂട്ടറിങ്ങും ഓഗ്മെന്റഡ് റിയാലിറ്റിയും പര്യവേഷണം ചെയ്തു. 2018 അപ്ലൈഡ് AI ആൻഡ് പാർട്ണർഷിപ്പിന്റെ വൈസ് പ്രസിഡന്റായി ഓപ്പൺഎഐയിൽ ചേർന്നതോടെയാണ് മീറയുടെ കരിയർ മാറിയത്. 2022 ആയപ്പോഴേക്കും ചീഫ് ടെക്നോളജി ഓഫീസറായി ഇവർക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചു. ChatGPT, DAL, LE, കോഡെക്സ്, സോറ തുടങ്ങിയ വിപ്ലവകരമായ ടൂളുകൾ ഓപ്പൺഎഐ പുറത്തിറക്കിയത് മീറയുടെ നേതൃത്വത്തിലാണ്. 2023 നവംബറിൽ ഓപ്പൺഎഐയിൽ ഉണ്ടായ നേതൃത്വ പ്രതിസന്ധിക്കിടെ സാം ഓൾട്ട്മാനെ പുറത്താക്കിയതിനു ശേഷം മീറ മൊറാത്തി താൽക്കാലിക CEO ആയി ചുമതലയേറ്റു. അദ്ദേഹത്തിന്റെ മാനേജ്മെന്റിനെ ചോദ്യം ചെയ്ത മുതിർന്ന നേതാക്കളിൽ ഒരാളായിരുന്നു അവർ. ദിവസങ്ങൾക്കുള്ളിൽ ഓൾട്ട്മാൻ തിരിച്ചെത്തിയെങ്കിലും 2024 സെപ്റ്റംബറിൽ മീറ കമ്പനി വിട്ട് സ്വന്തം സംരംഭം ആരംഭിച്ചു. 2025 ഫെബ്രുവരിയിൽ സ്ഥാപിതമായ തിങ്കിങ് മെഷീൻസ് ലാബ് പൊതുതാൽപര്യം മുൻനിർത്തിയുള്ള ഒരു AI സ്റ്റാർട്ടപ്പാണ്. ജൂലൈയിൽ സീഡ് ഫണ്ടിങ്ങിലൂടെ കമ്പനി $2 ബില്യൺ സമാഹരിച്ചിരുന്നു. ടെക് ചരിത്രത്തിലെ ഏറ്റവും വലിയ സീഡ് റൗണ്ടറായിരുന്നു ഇത്. കമ്പനിക്ക് $12 ബില്യൺ മൂല്യം കണക്കാക്കിയായിരുന്നു ഫണ്ടിംഗ്. NVIDIA, AMD, ആക്സൽ, സിഡ്കോ, സർവീസ് നൗ, അൽബനേനിയൻ സർക്കാർ തുടങ്ങിയ കമ്പനികളാണ് ഈ സ്റ്റാർട്ടപ്പിനെ ഇപ്പോൾ പിന്തുണയ്ക്കുന്നത്. ഓപ്പൺഎഐ, മെറ്റ, ഫ്രഞ്ച് AI സ്ഥാപനമായ മിസ്ട്രൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിഭകളെയാണ് കമ്പനി ഒപ്പം കൂട്ടിയിരിക്കുന്നത്. കമ്പനിയുടെ പ്രോഡക്റ്റുകളൊന്നും ഇനിയും പുറത്തിറക്കിയിട്ടില്ല. രോഗങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, അസമത്വം എന്നിവ കണ്ടെത്താനുള്ള AI സിസ്റ്റമാണ് കമ്പനി വികസിപ്പിക്കുന്നതെന്നാണ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള സൂചന. ശാസ്ത്രജ്ഞർ, നയരൂപകർത്താക്കൾ, ഗവേഷകർ തുടങ്ങിയവരും മീറയ്ക്കൊപ്പം കമ്പനിയിലുണ്ട്.